ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. സമയം രാവിലെ 4 മണി. ജസ്റ്റ് എണീറ്റു. പോകാൻ വേണ്ടി റെഡി ആവല്ലേ. ഒരു ഷട്ടപ്പടെ റെഡി ആയിട്ട് ഒരു 5 മണിയാകുമ്പോൾ നമുക്ക് കിടന്നിറങ്ങാം. മുടി വന്ന് അവിടെയും ഇവിടെയൊക്കെ ഒന്ന് പിടിച്ചു നിർത്താട്ടോ, ഒരു മനസ്സുഖം. ഇത്രയൊന്നും ലേറ്റ് ആയിട്ടേ നമ്മൾ ഒരിക്കലും ഡിന്നർ കഴിക്കാൻ പാടില്ല. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും ചെറുപയറും കഴിച്ച പോലുണ്ട്. കാർന്ന് കൊടുക്കാം. യുവിനെ എണീപ്പിക്കട്ടെ, ഡ്രസ്സ് ചെയ്യിപ്പിച്ചിട്ട് എല്ലാം എൻ്റെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. യുവിനെ നമ്മൾ ഇന്നലെ പകുതി ഡ്രസ്സ് ചെയ്യിച്ചാൽ കിടത്തിയിട്ടുണ്ടായിരുന്നേ. ഇന്നർ സെയിം തന്നെയാണ്. നമുക്കൊരു ജംസ്യൂട്ട് മാത്രം മുകളിൽ കൂടെ ഡീക്കേ വേണ്ടു. അതുകൊണ്ട് അവൻ എണീക്കില്ല എന്നായിരുന്നു നമ്മുടെ ചെറിയൊരു പ്രതീക്ഷ. യുവി ബണ്ണീനെയൊക്കെ പിടിച്ച് റെഡി ആയില്ലേ? പൂവ പറഞ്ഞോ ഇടങ്ങ നമ്മൾ അല്ലേ? പാവട്ടോ, രാവിലെ എണീറ്റ് എന്ത് പ്ലസൻ്റ് ആയിട്ടിരിക്കുന്നു എൻ്റെ കുട്ടി. നമുക്ക് പല ആൾക്കാർക്കും ഉള്ളതല്ലേ വീട് ലോക്ക് ചെയ്ത് ഇറങ്ങാൻ നേരത്തൊരു ടെൻഷൻ. എനിക്ക് എൻ്റെ ഏറ്റവും കൂടുതൽ OCD ട്രിഗർ ആവുന്നൊരു പോയിന്റ് ഇങ്ങനത്തെ കുറച്ച് സമയങ്ങളാണ് കേട്ടോ. ഒന്ന് വീട് ലോക്ക് ചെയ്ത് ഇറങ്ങുന്നത് കുഴപ്പമില്ല, അതിൻ്റെ ഒപ്പം ഒരു തിരക്കും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ആകെ മൊത്തം ഭയങ്കര ഒബ്സസീവ് തോട്ട്സ് വരാനും റിപ്പീറ്റേറ്റീവായിട്ട് ആക്ഷൻ ചെയ്യാനും ഒക്കെ വേണ്ടി തുടങ്ങും. ചില കാര്യങ്ങൾ എനിക്ക് എന്തായാലും ചെയ്യേണ്ടിയും വരും. അങ്ങനത്തെ കുറച്ച് കലാപരിപാടികളിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാർ സീറ്റിൽ യുവീനെ വെച്ചു. ഇനി മെല്ലെ പോട്ടെ കേട്ടോ, സമയം വിളിച്ചായി വരുന്നേ ഉള്ളൂ. എനിക്കിഷ്ടമല്ല അത് ഇറങ്ങാൻ നേരത്ത് ആകെ ഹറി ബറി ബഹളമായി. എനിക്കാണെങ്കിൽ അങ്ങനെ ആയി കഴിഞ്ഞാണ്ടല്ലോ എനിക്ക് ഒട്ടും എന്നെ ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഞാനിങ്ങനെ ഒരു വിറയ്ക്കുന്നൊരു മോഡിലോട്ട് പോകും. എൻ്റെ OCD ഏറ്റവും കൂടുതൽ ട്രിഗർ ചെയ്യുന്നൊരു പീക്കിലോട്ട് പോകുമ്പോൾ ഒരു റെപ്പിറ്റേഷൻ വരുന്ന പോലെ. ഇനി എനിക്കൊരു 10-20 മിനിറ്റ് വേണം ഒന്ന് നോർമലായി റിയൽ ലൈഫിലോട്ട് തിരിച്ചു വരാൻ. നമ്മൾ എയർപോർട്ടിലെത്തി. പ്രദുവും ഗീതും ബസ്സിലാണ് വരുന്നുണ്ടായിരുന്നേ, അവരും എത്തിയിട്ടുണ്ട്. രാവിലെ തൊട്ട് 2 അബദ്ധം നമുക്ക് പറ്റിയേ. ഒന്ന്, ഇന്നലെ രാത്രി നമ്മൾ കാര്യമായി ഇവൻ്റെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് മാംഗോ നമ്മൾ അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെടുക്കാൻ മറന്നു. 2, ഞാൻ പല്ലിലെൻ്റെ റീറ്റെയിനർ ഇട്ട് ഇറങ്ങി, അതിൻ്റെ കേസ് എടുക്കുകയും ചെയ്തില്ല. ഒന്നാമത്തതാണ് ശരിക്കുള്ള പ്രശ്നം. രണ്ടാമത്തെ വലിയ തിരക്കുള്ള നമുക്ക് ഏതെങ്കിലും കേസൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ ഇവൻ്റെ ഫുഡിന് എന്താ ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. നമ്മൾ ഗ്രീസ് പോകാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. നമ്മൾ ഗ്രീസിൽ ഏത്തൻസിലോട്ടാണ് കേട്ടോ പോണത്. നിങ്ങൾ 20 കിലോ എടുത്തിട്ട് ഈ കുഞ്ഞു പെട്ടിയാണ് എടുത്തിട്ട് വന്നത്. ഞങ്ങളുടെ പെട്ടി വലിപ്പം കണ്ടോ, നല്ല മുഴുത്തൊരു പെട്ടി. അതിൽ 22. പക്ഷെ ഇന്നലെ കുറച്ച് വന്നപ്പോ അത് സൺഗ്ലാസ്. ഇത് ഫാഷനിലാണ്, ഫാഷനില് കീറിയ തുണികളൊക്കെ വെച്ചടിച്ച പാൻസൊക്കെ ഇട്ടിട്ടുണ്ട്. ഫാഷൻകാരി അതിൻ്റെ അകത്തുണ്ടാവും. ഇപ്പൊ തുറന്നുമ്പോ ഇതാ എന്റെ സാമ്രാജ്യത്തിന്റെ താക്കോലും ബാധ്യതകളുടെ ലിസ്റ്റ് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാനും വിഷ്ണു ചില്ല് ചെയ്യാൻ വേണ്ടി പോവാണ്. ചോദിച്ചു വരരുത് തിരിച്ച്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഗ്രീസിലാണ് കേട്ടോ പോണത്. ഏത്തൻസ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഞാനും വിഷ്ണു 2ാമത്തെ തവണ ഗ്രീസിൽ പോണേ. നല്ലൊരു സ്ഥലമാണ് ഗ്രീസ്, ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു അന്ന് പോയിട്ട്. അന്ന് നമ്മൾ സാന്റോറിനി എന്ന് പറയുന്ന ഒരു ഐലൻഡിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇത്തവണ ഏത്തൻസിലാണ് പോകുന്നത്. ഇന്നലെ ഞാനും വിഷ്ണുവും കൂടെ ഇരുന്നിങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മൾ ആലോചിച്ചൊരു കാര്യമായിരുന്നു. ഇത് യുവിയുടെ 7ാമത്തെ കൺട്രിയാണ് കേട്ടോ, 7 മാസത്തിൽ. ഇതൊട്ടും പ്ലാൻ ചെയ്തൊരു കാര്യമായിരുന്നില്ല, പക്ഷെ എങ്ങനെയോ സംഭവിച്ചു. നെതർലൻഡ്സ്, ഇന്ത്യ, മാൽദീവ്സ്, ദുബായ്, പിന്നെ ബെൽജിയം, ജർമ്മനി, പിന്നെ ഇത് ഗ്രീസ്. അങ്ങനെ 7ാമത്തെ. ഏതെങ്കിലും വിട്ടോ. 20 കിലോ വാങ്ങിയിട്ട് 10 കിലോ ആണ് കൊണ്ടുപോകണത്. തിരിച്ചു വരുമ്പോൾ വേറെ പട്ടി വാങ്ങിക്കാൻ പറ്റും. ഡേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കറക്റ്റാണ്. 24.4, 600 ഗ്രാം കുറവ്. എമർജൻസി സിറ്റുവേഷനിൽ കുറച്ച് കാറ്റ് കൂടും കേട്ടോ, കാരണം വയലിൽ ഇപ്പോഴും മറ്റേ റീറ്റെയിനർ ഇരിക്കുന്നുണ്ട്. അതും മറന്നു. അതെ, അല്ല പല്ല് തേച്ചതിന് ശേഷം ഇട്ടത്. പല്ല് വെച്ചപ്പോ എനിക്ക് തോന്നി പല്ല് കുറച്ച് പൊങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്നാ കുറച്ച് നേരം ഇടാന്ന് വിചാരിച്ചു, പക്ഷെ കുറച്ചധികം നേരമായി. ഇല്ല, അതേ പറഞ്ഞ എവിടെ വെക്കാറില്ല. ഞാൻ പറഞ്ഞു തന്നെ എന്താ പറയുക, വിഷ്ണു എന്നെ വിളിക്കുന്നുണ്ട്. നമ്മൾ എമർജൻസി സിറ്റുവേഷനിൽ യുവിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ബേബി ഫുഡില്ലേ, അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഇത്ര പെട്ടെന്ന് എമർജൻസി ആവുമെന്ന് വിചാരിച്ചില്ല. അത് മറ്റേ സൈഡിലാണ്,
ഈ സൈഡോ? ആ സ്പൂണും എടുക്കേണ്ടി വരും. ഇത് ഇങ്ങനെ ഇവിടെ ബേബി ഫുഡ് വാങ്ങിക്കാൻ കിട്ടുന്ന കേട്ടോ. ഇത് ഇതുവരെ നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇത്തവണ ട്രിപ്പ് പോകുമ്പോൾ 1-2 വാങ്ങിച്ച് കയ്യിൽ വെച്ചായിരുന്നു. ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും സിറ്റുവേഷൻ വന്നാൽ അവന് വിശന്നിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ സിറ്റുവേഷൻ വളരെ പെട്ടെന്ന് വന്നു. നമുക്ക് ഗേറ്റ് വരെ കൊണ്ടുപോകാൻ പറ്റില്ല സ്ട്രോളർ. അതുകൊണ്ട് ഇതിവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് സെക്യൂരിറ്റിയിൽ നമുക്ക് വേറെ സ്ട്രോളർ തൽക്കാലത്തേക്ക് എടുക്കാൻ കിട്ടും. അതെടുത്തിട്ട് നമുക്ക് പോവാം. രാവിലെ എണീറ്റ് എന്തൊരു സന്തോഷത്തിലാണ് എൻ്റെ കുട്ടി. വെരി ഹാപ്പി. എൻ്റെ പ്ലാൻ ഇവൻ ഫ്ലൈറ്റ് വരെ ഉറങ്ങുന്നു. ഫ്ലൈറ്റ് ഒന്ന് എടുത്ത് ഇനി ഫ്ലൈറ്റ് ഒന്ന് ഉറങ്ങിയാൽ മതിയായിരുന്നു. ഉടങ്ങു പോയി. കൊറേ കാണാനുണ്ടല്ലോ. അതെ, നമ്മൾ നമ്മുടെ കയ്യിലൊരു ഹാൻഡ് ബാഗാണ് ഇവര് ഡയപ്പർ ബാഗായിട്ട് ഉപയോഗിക്കണേ. ഇവിടെ ഓഡ് സൈസ് ബാഗേജിന്റെ അവിടെ വേണം നമുക്ക് സ്ട്രോളർ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്തവണ നമ്മൾ മറക്കാതെ കവർ എടുത്തിരിക്കുന്നു. പക്ഷെ എന്താ, അല്ല ഗേറ്റ് വരെ കൊണ്ടുപോകാൻ പറ്റിയില്ല. അത് ശരി, ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. അത് പിന്നെ ഇതൊക്കെ ഇപ്പൊ ഞങ്ങൾ വലിയ കാര്യമായിട്ട് എടുക്കാറില്ല. ഇറ്റ്സ് ഓക്കെ. പക്ഷെ മറ്റേ തെരഞ്ഞു കിട്ടാഞ്ഞിട്ടായിരുന്നു. പ്രതു, ഏതൻസിനെ പറ്റി 2 വാക്ക്. നല്ല സ്ഥലം. പ്രതുവിനായിരുന്നു ഭയങ്കര താല്പര്യം ഏതൻസ് പോകാൻ വേണ്ടിയിട്ട്. കുറെ ഹിസ്റ്ററിയോ പിന്നെ എന്തൊക്കെയുള്ളതോ അവിടെ ഉണ്ട്. എനിക്ക് മറ്റേ പ്രസന്റ് സിറ്റുവേഷനിലാണ് താല്പര്യം കൂടുതൽ. ഇവരൊക്കെ സ്റ്റിൽ ലിവിങ് ഇൻ പാസ്റ്റ്, യു നോ. അപ്പൊ അങ്ങനെ പ്രതുവിന്റെ താല്പര്യം കൂടുതലാണ്. അങ്ങനെ ചരിത്രബോധം ഉണ്ടാക്കാൻ നമ്മൾ ഏതൻസിക്ക് പോവുകയാണ്. ലോവി, അവിടെ സ്ട്രോളർ ചെക്ക് ഇൻ ചെയ്തോണ്ട് ഇവിടുന്ന് നമുക്ക് ബേബി സ്ട്രോളർ എടുക്കാം. പക്ഷെ ഇത് കുറച്ച് വലുതാണ് തോന്നുന്നു. പറ്റുമോ? യുവി ഇഷ്ടപ്പെട്ടിക്കണം കേട്ടോ. ഇപ്പൊ തുടക്കത്തിലൊരു പരിഭ്രമം ഉണ്ടായിരുന്നു അല്ലേ? ഗുഡ് ആണോ വി? യുവിക്ക് ഉറക്കം വന്ന് കിളി പോയിക്കണു. നമ്മള് പെട്ടെന്നൊരു കോഫി കുടിച്ചു. ബോർഡിങ് 7 മണിക്ക് ക്ലോസ് ചെയ്യും, ഗേറ്റ് ക്ലോസ് ചെയ്യും. ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. നമ്മളിപ്പോൾ മെല്ലെ ഗേറ്റിലോട്ട് നടക്കുകയാണേ. ഒരു കുട്ടി കിളി പോയിരിക്കുകയാണ്. ഒന്ന് ഉറങ്ങിക്കൂടാ ഈ കുട്ടിക്ക്? എന്തൊക്കെ നടക്കുന്നുണ്ട്, എത്ര ബാഗ് ഉണ്ട്, എത്ര പാസഞ്ചേഴ്സ് ഉണ്ട്, വണ്ടി എപ്പോൾ എടുക്കും, എപ്പോൾ ലാൻഡ് ചെയ്യും, ഇതൊക്കെ അറിഞ്ഞിട്ടാണ് നമ്മൾ ഉറങ്ങുള്ളൂ. വെളിച്ചായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പുറത്ത്. കുറേ കാലത്തിന് ശേഷം ഇത് ഈ സമയം കാണുന്ന ഉറങ്ങാതിരുന്ന ഈ സമയം കണ്ടിട്ടുണ്ടായിരിക്കും. പെട്ടികളൊക്കെ അതാ കയറി പോകുന്നു. അവർ ഭയങ്കര കെയർഫുള്ളിയാണ് ഹാൻഡിൽ ചെയ്യാന്ന് അവർ വന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ നന്നായിട്ടാണ് വെക്കുന്ന കേട്ടോ. ഇത്തവണ പക്ഷെ ലഗേജിന് അങ്ങനെ കാര്യമായിട്ടുള്ള ചെക്കിങ് ഉണ്ടായിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ അവിടെ അവരൊരു ബോക്സ് വെക്കാറുണ്ട്. അപ്പൊ അതില് നമ്മുടെ ഞാൻ പറയൊരു കഴിഞ്ഞു 30, 40, 20 മെഷർമെന്റിൽ ഒരു ബോക്സ് വെക്കും. അതിനുള്ള നമ്മൾ ഇത്തവണ ചെക്ക് ചെയ്തിട്ട് ഇതാണ് നമ്മൾ ഗ്രീസിലോട്ട് പോകുന്ന നമ്മുടെ ട്രാൻസാവിയ ഫ്ലൈറ്റ്. നമ്മൾ ടേക്ക് ഓഫിന്റെ സമയത്ത് ഒരു പാസിഫയർ കൊടുക്കട്ടോ. ഞാൻ പാല് കുടിച്ചായിരുന്നു ഫോർമുല. അപ്പോൾ അതുകൊണ്ട് ഇനി പാല് കുടിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് നമ്മൾ പാസിഫയർ വയ്ക്കുകയാണ്. എന്നാലാണല്ലോ അവർക്ക് പ്രഷർ കുറച്ച് ബുദ്ധിമുട്ട് കട്ടില്ലായിരിക്കുള്ളൂ. ഈ ഫ്ലൈറ്റിൽ ഏറ്റവും അടിപൊളിയായിട്ടൊരു കാര്യം എന്താണെന്ന് അറിയുമോ? ഇപ്പോൾ കയറിയപ്പോൾ ഫീൽ ചെയ്താട്ടോ, നമ്മുടെ ചുറ്റുമുള്ളവരെ കുറച്ച് കേൾക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ ഒരു വലിയ ഗ്രൂപ്പായിട്ട് ഒരു ട്രിപ്പ് പോവാണ് ഗ്രീസിലോട്ട്. എന്ത് നന്നായിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഹാപ്പി ആയിട്ട്. അതുകൊണ്ട് ഇവിടെ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരുമ്പോൾ എയർ ഹോസ്റ്റസ് കുറച്ചുകൂടെ ആക്ഷൻസ് കാണിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്ത് കഴിഞ്ഞത് ഒരു ഭയങ്കര ക്ലാപ്പ് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് നല്ലായിരുന്നില്ലേ? ഇത് ഭയങ്കര ക്യൂട്ടായിരുന്നു. ഓരോരോ 5-5 മിനിറ്റിലാണ് എന്റർടൈൻമെന്റ്സ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്തൊക്കെയാ ഒരു കഴിഞ്ഞ 10 മിനിറ്റിൽ കുട്ടി കളിച്ചത്. നല്ലൊരു ടോയ് കേട്ടോ ഇത്. പ്രതുവും ഗീതവും ഇവന് ക്രിസ്മസ് ഗിഫ്റ്റായിട്ട്, 2ാമത്തെ ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇത് ഇവന് ഭയങ്കര ഇഷ്ടമാണ്. അടുത്ത 4 ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റിനറി ഗീതു എഴുതി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓരോ ദിവസം ഓരോ സമയം നമ്മൾ എന്ത് ചെയ്യണം, ഏത് റെസ്റ്റോറൻറ്റിൽ നമ്മൾ ലഞ്ച് കഴിക്കണം, ഡിന്നർ കഴിക്കണം എന്നുള്ള എല്ലാം നമ്മൾ പ്ലാൻഡാണ്. മുഴുവൻ ഇതുപോലെ ഒന്നും നടന്നില്ലെങ്കിലും ചെറുതായിട്ടെങ്കിലും ഇങ്ങനത്തെ ഒരു പ്ലാൻ ഉണ്ടെങ്കിലാണ് ഓരോ ദിവസം നമ്മൾ ചില കാര്യങ്ങളെങ്കിലുമൊക്കെ ചെയ്യുള്ളൂ.
യുവിക്ക് അങ്ങനെ വലിയൊരു പരിചയക്കേടൊന്നും ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അത്യാവശ്യം കുറച്ച് സോഷ്യലൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റിലുള്ള പകുതിമുക്ക ആൾക്കാരുടെ അടുത്തും ചിരിച്ചു കാണിച്ചിട്ടും അവരോട് ഇന്ററാക്ട് ചെയ്തിട്ടും ഒക്കെയാണ് നല്ലൊരു സമയം പോകുന്നുണ്ടായിരുന്നത്. ഇത് നമ്മൾ എമർജൻസി സിറ്റുവേഷനിൽ കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ച കുറച്ച് ബേബി ഫുഡാണ് കേട്ടോ. അത് യാത്ര തുടങ്ങുമ്പോൾ ഫസ്റ്റ് തന്നെ കൊടുക്കേണ്ടിരുന്നു വിചാരിച്ചില്ല. നമ്മൾ നമ്മുടെ മാങ്ങ എടുക്കാൻ വേണ്ടി മറന്നല്ലോ. ഇപ്പം യുവി 3 നേരം ഭക്ഷണം കഴിക്കാറുണ്ട്. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും കൃത്യസമയത്ത് തന്നെ കഴിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും വിശക്കുമല്ലോ, അപ്പോൾ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇതാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഫ്ലൈറ്റിലൊരു ടീം ഉണ്ടായിരുന്നു. അവർ ഒരു വീക്കിനാണ് ഏതൻസിലോട്ട് വരുന്നത്. ഇവിടെ അവർക്കൊരു ഫുട്ബോൾ ടൂർണമെൻറ്റും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതിലൊരു പുള്ളി ഭയങ്കരമായിട്ട് ഇവിടെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു, അവനെ കളിപ്പിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര ക്യൂട്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. സീരിയസ് ആയിട്ടുള്ള കോൺവെർസേഷൻ എന്താണെന്ന് അറിയോ? നമ്മുടെ സീറ്റിന്റെ മുന്നിലിരിക്കുന്ന ചേച്ചി എന്ത് ഡിഫൈൻഡ് ആയിട്ടാണ് കണ്ടെഴുതിയിരിക്കുന്നത് പ്രത് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഞാൻ എങ്ങനെയാണ് കണ്ടെഴുതിയേക്കുന്നത്? നീ എഴുതിയിട്ടുണ്ടോ? നമ്മള് ലാൻഡ് ചെയ്യാൻ വേണ്ടി പോകണമെന്ന് വിചാരിച്ച സമയത്തിനേക്കാളും മുന്നേ ലാൻഡ് ചെയ്യുന്നത്. ഗുഡ് ബൈ ആയിരുന്നു അല്ലേ? ഇതും വെരി വെരി ഗുഡ് ബൈ. സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഈ ഫ്ലൈറ്റിൽ എല്ലാവരും സർട്ടിഫിക്കറ്റ് ഉണ്ട് യുവിക്ക്. ഈ ഫ്ലൈറ്റിൽ ഒരു കുട്ടി, അതുകൊണ്ട് എല്ലാവരും ഭയങ്കര കൊഞ്ചിച്ചു കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു 3 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഏതൻസ് ഗ്രീസിൽ ലാൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ വായിച്ചു നോക്കിയപ്പോൾ അടുത്ത 4 ദിവസം നല്ല വെതറാണെന്നോട്ടോ മനസ്സിലായത്. യുവി, നമ്മൾ എവിടെയാ വന്നിക്കണേ? നമ്മൾ ഏതൻസിലാണ് വന്നിട്ടുള്ളത്, ഗ്രീസില്. ചെറിയ തണുപ്പുണ്ട്, കാറ്റുണ്ട്. ഞാൻ ക്യാരി ബാഗിൽ ഇരിക്കാം. അല്ല, അവനെ ആ ഉടുപ്പ് പിടിച്ചോ, മറ്റേ കരടി ഉടുപ്പ്. അവർ 50 പേരുണ്ട്. എനിക്കങ്ങനെ ഒരുപാട് പിള്ളേരെ വളർത്തിയിട്ടുള്ളൊരു ശീലമൊന്നും ഇല്ല കേട്ടോ. പക്ഷെ എന്നാലും കുറച്ചൊക്കെ എൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട് യുവി അത്യാവശ്യം ഒരു ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയും പറ്റുന്നത്. അവൻ കുറച്ചും കൂടെയൊക്കെ ഫ്ലെക്സിബിൾ ആണ് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി. പിന്നെ അങ്ങനെ വാശി അതൊക്കെ ഇപ്പം തൽക്കാലം കുറവാണ്. നാളെ ഇനി എന്താവും എന്നുള്ളത് അറിയില്ല. അതോ നടത്തോളം ഞങ്ങൾ രണ്ടുപേരും നടക്കുന്നത്. എത്രയും പെട്ടെന്ന് നമുക്ക് 3.5 മണിക്കൂർ ഫ്ലൈറ്റ് കഴിയുമ്പോൾ ഫ്ലൈറ്റിൽ നമുക്ക് ടോയ്ലറ്റ് ഉപയോഗിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടാണ്. ഒന്ന് പെട്ടെന്ന് മുള്ളണ്ടൊരവസ്ഥയൊക്കെ എത്തിയിട്ടുണ്ടോ? ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ നമുക്ക് മനസ്സിലാവും ലൈഫിൽ റിയൽ ലക്ഷറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ തോന്നുമ്പോ ചെറിയ, അതേപോലെ മുട്ടുമ്പോ മുള്ള, ഇതൊക്കെയാണെന്ന്. കുറച്ചു നേരം പെട്ടുപോയി നമ്മൾ രണ്ടുപേരും. ഇവിടെ ആണെങ്കിൽ അത്ര കുറെ ബാത്റൂം ടോയ്ലറ്റ് നമ്മൾ കണ്ടില്ല. എന്റെ ഈ ടോപ്പ് ഉണ്ടല്ലോ, എനിക്ക് ശരിക്കും ഒരു മറ്റേ സാഫ്രോൺ കളർ, സെയിം കളർ വാങ്ങിട്ട് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം താനും സെയിം കളർ ടീഷർട്ട് ഇറങ്ങിയത്. ഈ കൊല്ലം ഈ കളർ ഉണ്ട്. കുറെ സ്ഥലങ്ങളിൽ ഇത് കാണാനുണ്ട്. കൊറേ ഇത് H&M, കുറെ കടകളിൽ ഈ കളർ ഞാൻ കണ്ടു. അതും ഇതിന്റെ പല മോഡൽസ്. ഇപ്പൊ നിങ്ങൾ യുവിനെ വളരെ മൂത്ത അവസ്ഥയിലാണ് കണ്ടോണ്ടിരിക്കുന്നത്. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയത് റിയലൈസ് ആയിട്ടില്ല ഇതുവരെ. അല്ല, ഇവിടെ ശരിക്ക് 1 മണിക്കൂർ മുന്നേ കേട്ടോ. നമ്മള് യൂറോപ്പിൽ തന്നെ ആണെങ്കിലും 1 മണിക്കൂർ മുന്നെയാണ് ഗ്രീസ് നെതർലൻഡ്സ് ടൈമിംഗ് വെച്ച് വരുന്നത്. ഗീത മുടി വെട്ടി, നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ? അത് നല്ല ഹെയർ ഫോൾ ആയിരുന്നു. അപ്പൊ മുടി വെട്ടില്ലെങ്കിൽ വേറെ ഓപ്ഷൻ. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മുടെ മുടിയുടെ ലെങ്ത് കുറച്ച് കുറയുമ്പോഴേ ഹെയർ ഫോൾ കുറച്ച് കുറയും. യെസ്, എനിക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ പെട്ടിയെടുക്കാം. അതാ സാധനം വന്നു. ഇങ്ങനത്തെ ഫ്ലൈറ്റിൽ പൊതുവേ ചെക്ക് ഇൻ ബാഗേജസ് ഭയങ്കര കുറവായിരിക്കുമല്ലോ. കാരണം എല്ലാവരും അവരുടെ കയ്യിലുള്ള ഒരു ക്യാബിൻ ബാഗ് വെച്ചിട്ടാണ് ട്രാവൽ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം ഇവിടെ വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ലഗേജസും കാർ സീറ്റും ഒക്കെ പെട്ടെന്ന് വന്നു. കാർ സീറ്റിന്റെ കവറൊക്കെ പകുതി തുറന്നാണ് കേട്ടോ വന്നത്. നമ്മളെങ്ങനെ എക്സിറ്റ് ചെയ്തു? ഏതൻസ്, ഗ്രീസ്. ഞാൻ വിചാരിച്ചു എന്റെ പൊന്നു കുഞ്ഞേ, എനിക്കിഷ്ടം അതേപോലെ ഇറ്റാലിയൻസ് പറയുന്നത് കേൾക്കാനോ. ആണോ? ഇഷ്ടം അവര് പറയുന്നത്. നമുക്ക് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞവരെ നിങ്ങൾ പോകുന്നു. നമ്മളിവിടുന്ന് വണ്ടി എടുത്തിട്ടുണ്ട്. റാവ് 4 ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. റാവ് അല്ലേ പ്രതു? നമുക്ക് ഈ വണ്ടികളെ പറ്റിയിട്ട് അങ്ങനെ വലിയ വിവരമൊന്നും ഇല്ലല്ലോ. ഏത് വണ്ടിയാണെങ്കിലും കയറിയിരിക്കും, എത്തേണ്ട സ്ഥലത്ത് എത്തും. പറഞ്ഞു വന്നത് ഡെമോക്രസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ലോകത്തിന്റെ മുന്നിലോട്ട് വെച്ച ഒരു സ്ഥലമാണ് ഏതൻസ്. അതിന്റെ ഒപ്പം ആദ്യത്തെ ഒളിമ്പിക്സ് നടന്നതും ഏതൻസിലാണ്. അറിയോ ഗീതു? ഇതൊന്നും എന്നോട് ചോദിക്കരുത്, ഇതൊക്കെ പ്രതു പഠിച്ചിട്ടുണ്ട്. ഇത് പ്രതുവിന്റെ അടുത്ത ഇൻഫർമേഷൻ.
ഇവിടെ നടക്കുന്ന ഒരു ഫണ്ടും മിസ് ചെയ്യാൻ ഒരു താല്പര്യമില്ല. രാവിലെ 4 മണിക്ക് എണീറ്റാലും ഇത് നമ്മളെല്ലാരും ഉറങ്ങിയിട്ടാണ് യുവി ഉറങ്ങുള്ളൂ. ഒന്നുമില്ല, ഫുൾ ഫണ്ണാണ്. എന്താണ് യുവിക്ക് 7 മാസമാണ് അറിയോ? എല്ലാ ഫണ്ടിലും നമ്മൾ ഇപ്പോഴേ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കുറച്ച് നമ്മള് വണ്ടി എടുത്തത് അലാമോ കണ്ടോ, അവിടുന്നാണ് നമ്മൾ വണ്ടി എടുത്തത്. RAV4 ആണ് എടുത്തത്. ഇത് 4 ദിവസത്തേക്ക് 180 പിന്നെ 84 ഇൻഷുറൻസാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ സൈഡും ഫോട്ടോയും ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുക്കാം. കാരണം റിട്ടേൺ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ അതിന്റെ മുകളിൽ വിഷയമാവുമല്ലോ. നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടാൻ പോവാണ് കേട്ടോ. ചുമ്മാ കള്ളി. നമുക്ക് ഇവിടുന്ന് 28 മിനിറ്റ് ആണല്ലോ നമ്മുടെ സ്റ്റേയിലോട്ട് വരുന്നത്. നമ്മളൊരു ബീച്ച് സൈഡാണ് സ്റ്റേ എടുത്തിട്ടുള്ളത്. ശരിക്കും ഇവിടെ 4 ദിവസത്തെ സ്റ്റേക്ക് നമുക്ക് 450 യൂറോന്റെ അടുത്ത് 400 യൂറോ ബുക്ക് ചെയ്ത് 3 പേരും കൂടെ ആയിരുന്നു. എനിക്ക് ഞാൻ 700 യൂറോന്റെ അടുത്താണ് ഇത് 4 ദിവസത്തിന്. പക്ഷെ ഫോട്ടോയിൽ കണ്ടത് വെച്ച് കഴിഞ്ഞിട്ട് ഭയങ്കര ഒരു വലിയ ബംഗ്ലാവ് ആണ് നമ്മൾ എടുത്തിട്ടുള്ള ഫോട്ടോ വെച്ചിട്ട്. നമ്മുടെ നെതർലാൻഡ്സ് ആംസ്റ്റർഡാമിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ലിവിങ് എക്സ്പെൻസ് കുറച്ചും കൂടെ കുറവുള്ള ഒരു രാജ്യമാണ് ഗ്രീസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏത്തൻസ് ഗ്രീസിലാണ്. അപ്പോ നമുക്ക് ഇവിടെ കുറച്ചും കൂടെ വലിയൊരു സെറ്റപ്പ് സ്റ്റേ ഈ ഒരു റേറ്റിന് നമുക്ക് കണ്ടപ്പോ നന്നായി തോന്നി. പിന്നെ നമ്മുടെ മെയിൻ കുട്ടിയുടെ കൂടെ പ്രശ്നം ചില്ലാക്സ് ആണല്ലോ. ഗീതും പ്രതുവും ഫുൾ ഐറ്റർ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. പിന്നെ ചോദിച്ചു വരരുത്. അതെ, ബേബി ഫ്രണ്ട്ലി ആയിട്ടാണ്. പക്ഷെ വിഷ്ണു എന്റെ അടുത്ത് പറയായിരുന്നു നിങ്ങൾ വേറെ കാര്യങ്ങൾ, കുട്ടി ഫ്രണ്ട്ലി അല്ലാത്ത കാര്യങ്ങൾ ചെയ്യാനും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യണമെന്ന്. നിങ്ങളുടെ ട്രിപ്പ് പക്ഷെ ഗീതു ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ തന്നെ ബേബി ഫ്രണ്ട്ലി ആവുന്നത്. ഈ ട്രിപ്പ് മൊത്തം ഞാൻ പ്ലാൻ ചെയ്യണം. എന്നിട്ട് ഇത് ഗീതു ഫ്രണ്ട്ലി എന്നാണ് ഞാൻ ചെയ്യിപ്പിക്കുന്നത്. ഇത് പക്ഷെ ശരിക്കും ഗീതു ആണ് ഫുൾ ഐറ്റ്നറി പ്രിപ്പയർ ചെയ്ത്. ഇതുവരെ സോഫർ സോ ഗുഡ് സ്റ്റേ ഇവിടെ എത്തിയിട്ട് നമുക്ക് നോക്കിയൊക്കെ എങ്ങനെ ഉണ്ടാവും. പക്ഷെ എനിക്ക് നല്ല എക്സ്പെക്ടേഷൻ ഉണ്ട്. നമ്മൾ ഫൈനലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഫ്ലൈറ്റ് 3 മണിക്കൂർ ഉറങ്ങി ഫ്രഷ് ആയി വന്നോന്ന് വിചാരിച്ചാണ്. അത് ചെയ്തിട്ടേ അല്ല. ആകെ 20 മിനിറ്റ് ഉറങ്ങിയത് ഇദ്ദേഹമാണ്. വിഷ്ണു. അതെ, വിഷ്ണു നല്ല ഉറക്കം ഉറങ്ങി. വിഷ്ണു കൂടുതൽ ഉറങ്ങി. കള്ളം പറയാൻ പറ്റില്ല കേട്ടോ. വിഷ്ണു ഞങ്ങൾ 3 നേരം കണ്ടു. വിഷ്ണു പ്രതു എന്നിട്ട് പറഞ്ഞു ഇറങ്ങുമ്പോ തല എടുത്തിട്ട് വരണന്ന്. കാരണം തല ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 20 മിനിറ്റ്സ് പറഞ്ഞു. താൻ അതിനെ 1/2 മണിക്കൂറാക്കി. 30 മിനിറ്റ് 10 മിനിറ്റ് ഉള്ളത്. ഒന്ന് കണ്ണടച്ചു 1 മിനിറ്റ് അത്രേ ഉള്ളൂ. നല്ലൊരു ഉറക്കിറങ്ങി. എവിടെ എത്തിയെന്ന് എനിക്ക് വലിയൊരു ഐഡിയ ആയിട്ടുള്ള ഇത് റെസ്റ്റോറൻറ്റിൽ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് വിശപ്പിനേക്കാളും കൂടുതൽ ഉറക്കം. ഈ ഒരു റെസ്റ്റോറൻറ്റിന്റെ പേരെന്താണെന്നറിയോ? ഫാമിലി. അകത്ത് കയറി വന്നപ്പോഴും ഭയങ്കര ഒരു ഫാമിലി വൈബുള്ള റെസ്റ്റോറൻറ്റ്. പിന്നെ അതിൻ്റെ അകത്തെ ഇൻറ്റീരിയറും അതേപോലെ തന്നെ കൗച്ചും ചെയേഴ്സും എല്ലാം കാണാൻ ഒരു ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഗ്രീസിലൊക്കെ വന്നതല്ലേ. ഞാനൊരു ഗ്രീക്ക് സാലഡാണ് പറഞ്ഞത്. പിന്നെ പ്രതു കഴിച്ചതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. വിഷ്ണു ആസ് യൂഷ്വൽ ഒരു സ്റ്റേക്കാണ് കഴിച്ചത്. പിന്നെ ഒരു കൗതുകത്തിന് വേണ്ടി നമ്മളെല്ലാവരും കൂടെ ഒരു പിസ്താഷ്യോ പാൻ കേക്ക് പറഞ്ഞു. അതെല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിക്കും കൂടെ ചെയ്തു. എങ്ങനെയുണ്ട്? ആണോ? പൊട്ടാറ്റോ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പി പൊട്ടാറ്റോ. അത് കഴിഞ്ഞ സൈഡിലുള്ള ബോട്ടിലെടുത്ത് വെള്ളം കുടിക്കുന്നത് കേട്ടോ. നമ്മൾ ലഞ്ച് കഴിച്ചിറങ്ങി. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി ലഞ്ച്. വെരി വെരി. ആ ന്യൂട്ടല്ല പാൻ കേക്ക് ഉണ്ടല്ലോ. വണ്ടി ബീച്ചല്ലത്. ആ ബീച്ചിന്റെ അടുത്താ സ്റ്റേ എടുത്തിട്ടില്ല. ഇവിടെ നിന്ന് 9 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സ്റ്റേ പോയി കാണാം. നമ്മൾ രണ്ടുപേരും വളരെയധികം എക്സൈറ്റഡ് ആയിട്ടുള്ള സ്റ്റേ കാണാൻ വേണ്ടി അല്ല ഗീത്? അതെ, യെസ്. നല്ല ആയ മതിയാണ്. മറ്റേ കോഴിക്കോട് ബീച്ചിന്റെ ഫീൽ ഇല്ലേ ഇവിടെ നിന്ന് ഇങ്ങനെ കാണുമ്പോ? ഞാൻ കോഴിക്കോട് ബീച്ചിൽ പോയിട്ട് ഇല്ലേ? ആ ഒരു ഇല്ല, കോഴിക്കോട് ബീച്ചിന്റെ ഫീൽ. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഇടവഴിന്ന് ഇങ്ങനെ വന്ന് കയറുമ്പോ എപ്പോഴും ഇങ്ങനെ കാണാറുണ്ട് കോഴിക്കോട് ബീച്ച്. നമ്മള് എന്താ പറയുക, നെതർലൻഡ്സിൽ നിന്ന് ഒരു 3 മണിക്കൂറേ ഉള്ളൂ എന്നുണ്ടെങ്കിലും അവിടെ വിട്ട് കഴിഞ്ഞാൽ
നമുക്ക് കുറച്ച് വ്യത്യാസം തോന്നില്ല വേറെ രാജ്യങ്ങൾ. 3 മണിക്കൂർ ഫ്ലൈറ്റ് അല്ലേ ഇത്? മറ്റേ ഡ്രൈവിന് നല്ല ദൂരമല്ലേ? ഒരു ദിവസം എന്തോ ഉണ്ട് ഡ്രൈവ്, 24 hours. എന്ത് പ്രതി ഞാൻ തള്ളല്ല, ഞാൻ ഒരു കാര്യം പറയാൻ വന്നതാണ്. പക്ഷെ ആ ഡിഫറൻസ് ഫീൽ ചെയ്യാറില്ല, എനിക്ക് തോന്നാറുണ്ട്. അല്ല ഞാൻ പറഞ്ഞത് ഇത് ആ 3 മണിക്കൂർ എന്ന് പറയുന്നത് കുറച്ചല്ലല്ലോ എന്നാണ് ഗീത ഉദ്ദേശിച്ചത്. ഫ്ലൈറ്റ് അല്ലേ, റോഡല്ലല്ലോ എന്ന്. നല്ല ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട് മൊത്തത്തിൽ നമുക്ക് കേട്ടോ. ഈ ലൊക്കാലിറ്റിയിലാണ് നമ്മുടെ ബംഗ്ലാവ് ഉള്ളത്. ബ്ലംഗ്ലാവ്. ഞാൻ വളരെയധികം പ്രതീക്ഷയാണ് ബ്ലംഗ്ലാവ് കാണാൻ വരുന്നത് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ബ്ലംഗ്ലാവ്. അങ്ങനെ സ്റ്റേയിലെത്തി. ഓ വാവ്, ഇതാണ് നമ്മുടെ അടുത്ത 3 ദിവസത്തെ നമ്മുടെ സ്റ്റേ. ഓ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ നമുക്ക് പുറത്ത് ഒരു സ്വിമ്മിങ് പൂളും ഉണ്ട്. പൊളി. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഒന്ന് സെറ്റിൽ ആയതിനു ശേഷം. നേരത്തെ ഞാൻ പ്രോമിസ് ചെയ്ത് നമ്മുടെ ഹോം ടൂർ ഒന്ന് കാണാം കേട്ടോ. ഓ ഇതാണല്ലോ ഇതിന്റെ എൻട്രൻസ്. നമ്മള് ഗരാജിൽ കൂടെ വന്ന ഞാനിവിടെ. ഇതാണ് നമ്മുടെ പുറത്തുള്ള അന്തരീക്ഷം. അത് കഴിഞ്ഞ് അതാണ് നമ്മുടെ മെയിൻ ഗേറ്റ്. ഞാൻ ചെയ്ത കുട്ടീന്ന് എൻ്റെ കുട്ടിയാണല്ലോ എന്ന് പിന്നെ എനിക്ക് ബാത്റൂം. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ കവാടം. ഓ വിഷ്ണു മറ്റേ ഗീത് മറ്റേ ഏഷ്യൻ പെയിന്റ്സിന്റെ ഒക്കെ മറ്റേ ഫിലിം ആക്ട്രസിന്റെ വീട് കാണിക്കില്ലേ, അതേപോലത്തെ ഒരു. അതെനിക്കറിയില്ല കേട്ടോ. അപ്പൊ നമ്മൾ ഡോർ തുറന്ന് അകത്ത് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഒരു കോമൺ ഏരിയ അല്ലേ, കാരണം ഇതൊരു അപ്പാർട്ട്മെന്റ് ആണ്. അത് ലിഫ്റ്റ്, അത് താത്തോട്ട് പാർക്കിംഗ്. ഇതാണ് നമ്മുടെ മെയിൻ ഡോർ. വന്നു കഴിഞ്ഞാൽ ഇതൊരു 2 നിലയിലുള്ള അപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഫസ്റ്റ് ഞാൻ 2 നിലയിലുള്ള അപ്പാർട്ട്മെന്റിൽ ആദ്യമായിട്ടാണ് വരുന്നത്. ഞാൻ ഇത്രയും കാലം 2 നിലയിൽ അപ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് കേൾക്കല്ലാതെ വരുന്നുണ്ട്. ഓ അപ്പൊ ഇതാണ് ഇതിന്റെ ലിവിങ് ഏരിയ വരുന്നത്. വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ജാക്കറ്റ്സ് ഹാങ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. പിന്നെ ഇവിടെയാണ് കിച്ചൺ വരുന്നത്. കിച്ചണിൽ നമുക്ക് ഫ്രൂട്ട്സും പിന്നെ എയർബിഎൻബിയിൽ നമുക്ക് ബേസിക് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സംഗതികളെല്ലാം അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഗ്ലാസ് ഉണ്ട്, കോഫി ഉണ്ട്, പിന്നെ ഒരു വൈൻ ബോട്ടിൽ ഉണ്ടായിരിക്കും അല്ലേ. അങ്ങനെ ഓരോരോ സംഗതികൾ യൂഷ്വലി നമ്മളൊരു എയർബിഎൻബി പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന സംഗതികളെല്ലാം. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സ്റ്റവ് ആയിരുന്നു. ഇത് അടിപൊളിയായിട്ടുണ്ടല്ലേ. നമുക്ക് നമ്മുടെ സാധാ സ്റ്റവ് ഉണ്ട്. ഇതിനെന്താ പറയാ, ഇത് മറ്റേ ഹോട്ട് ടോപ്പോ, കാരണം ഇത് ഇൻഡക്ഷൻ അല്ല. പിന്നെ ഇത് ഗ്രില്ലാണ് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല കേട്ടോ. ഞാൻ പറഞ്ഞത് തെറ്റാണെന്നുണ്ടെങ്കിൽ എന്നെ കറക്റ്റ് ചെയ്യണേ. പിന്നെ ബാക്കി ഇതേ ഇവിടെ എല്ലാം വന്നിട്ടുള്ള ഒരു കിച്ചൺ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ. പിന്നെ വിശാലമായ ഒരു ലിവിങ് റൂം. ഇവിടെ ഒരു ഫയർ പ്ലേസ് ഉണ്ട്. പിന്നെ ഇവിടെ ഇരുന്നിട്ട് ബുക്ക് വായിക്കാൻ പറ്റുന്ന ഒരു ചെറിയ കോർണർ ഉണ്ട്. ശരിക്കും ഒരു ചെറിയ സ്പേസ് നല്ല രസത്തിൽ ആക്കി വെച്ചിരിക്കുന്നല്ലേ. ഇത് ഗീതുവിൻ്റെ കണ്ടുപിടുത്തമായിരുന്നു കേട്ടോ, ഇത് ചീറ്റി പോയിട്ടില്ല. അടിപൊളി. പിന്നെ ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട്. കുറച്ച് ഭംഗിയുള്ള സംഗതികളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കൗച്ചുണ്ട്. ഇവിടെയുള്ള ആൾക്കാർക്കും എന്നെപ്പോലെ ബുദ്ധ ഭയങ്കര ഇഷ്ടമാണ് തോന്നുന്നു കേട്ടോ. കാരണം ബുദ്ധയുടെ ഒരു കുറേ സ്റ്റാച്യൂസ് ഇവിടെ കാണാനുണ്ട്. പിന്നെ ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഇരിക്കാനുള്ളൊരു ചെറിയ സ്ഥലമുണ്ട്. പിന്നെ ഒരു കുഞ്ഞു പൂളുണ്ട്. പൂള് വീതി കുറവാണ്, നീളം ഓക്കെ ആണെങ്കിലും ഡെപ്ത് നല്ലോണം ഉണ്ട്. പുറത്തുനിന്ന് ഇറങ്ങാൻ വേണ്ടി നോക്കിയായിരുന്നു. നല്ല തണുപ്പാട്ടോ. ഇപ്പൊ സൂര്യൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ എത്ര ഒരു 15 ഡിഗ്രി ഒക്കെ തോന്നണോ? ആണോ? പിന്നെ ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ, ഇവിടെ ചെറിയൊരു ലോണും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതാണ് പുറത്തെ സ്പേസ് വരുന്നത്. എത്ര? 16. പക്ഷെ നല്ല തണുപ്പുണ്ട് വെള്ളം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സ്വിമ്മിംഗ് പൂൾ ഏരിയ. പുറത്തിരുന്നിട്ടുള്ള വലിയ കലാപരിപാടികൾ. നമുക്ക് സ്കൂൾ ബസ് അല്ലേ അത്? ഞാൻ നെതർലാൻഡ്സ് സ്കൂൾ ബസ്സുള്ള കോൺസെപ്റ്റ് കണ്ടിട്ടില്ല. ഇനി ഉണ്ടോ എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുള്ളത് പേരൻസ് കൊണ്ടാക്കുക. പിന്നെ കുറച്ച് പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും സ്കൂൾ നമ്മുടെ വീടിന് അടുത്തായിരിക്കും. സൈക്കിൾ ഓടിച്ചിട്ടുള്ള പോക്കേ കണ്ടിട്ടുള്ളൂ. നമ്മുടെ അടുത്ത്
കിട്ടുള്ളൂ. എത്ര കിലോമീറ്ററിനകത്താണ് പ്രിഫർ ചെയ്യുക ആൾക്കാര്. പിന്നെ കുട്ടികൾക്ക് സ്കൂള് മാറാൻ വേണ്ടിയിട്ട് പേരൻസ് വീട് മാറും, ഞാൻ കണ്ടിട്ടുള്ളത്. അല്ലാതെ കുറച്ച് ദൂരെയുള്ള സ്കൂളിലോട്ട് വിടുന്ന ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ കഴിഞ്ഞാൽ ഈ ഒരു ലിവിങ് സ്പേസ് കഴിഞ്ഞു. പിന്നെ മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ ഒരു ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു ഇതിപ്പോഴാ കാണുന്ന ജി 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 ജി. പിന്നെ ഇവിടെ ഇത് കൃഷ്ണന്റെ വിഗ്രഹം തന്നെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. നമ്മുടെ കൃഷ്ണന്റെ വിഗ്രഹമായിട്ട് വളരെയധികം സാമ്യം തോന്നുന്ന ഒരു വിഗ്രഹം. പക്ഷെ ഒരു ചെറിയ താടിയൊക്കെ ഉണ്ട് ഇവിടെ, കണ്ടോ? പിന്നെ ഒരു കൈ എനിക്ക് തോന്നണോ എന്തോ പറ്റിയിട്ടുണ്ട്, ഈ ഒടിഞ്ഞു പോയിട്ടുണ്ട് എന്ന്. പക്ഷെ കൃഷ്ണനാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. വളരെയധികം സാമ്യം തോന്നുന്ന ഒരു വിഗ്രഹം. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ 2 റൂമുണ്ട്. ഒന്ന് റൈറ്റും ഒന്ന് ലെഫ്റ്റും. ശരിയാണോ? ലെഫ്റ്റ് റൈറ്റ് ഒരിക്കലും ശരിയാവാറില്ല. അപ്പോൾ ഇത് ഗീതു പെടു എടുത്ത ബെഡ്റൂമാണ്. ഇവിടുന്ന് പുറത്തോട്ട് നമുക്ക് ബാൽക്കണി ആക്സസ് ചെയ്യാം. പിന്നെ ഇവിടെ ഒരു വലിയ മിററുണ്ട്. ഇവിടെ ഒരു ബാത്റൂമും ക്ലോസറ്റും എല്ലാം കൂടെ വരുന്ന ഒരു ഏരിയ. പക്ഷെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ഡോറില്ല. പിന്നെ ഇതാണ് നമ്മുടെ ബെഡ്റൂം. ഇവിടെ നേരെ വരുമ്പോൾ ഒരു ബാത്ടബ് ഉണ്ട്, ഒരു ടോയ്ലറ്റ് ഉണ്ട്, ക്ലോസറ്റ് ഉണ്ട്. യുവി ഹാഫ് നേക്കഡ് ആയിട്ടാണ് ഇവിടെ. ഹാഫ് നേക്കഡ് ആയിട്ടാണോ ഇവിടെ? ഇതാണ് നമ്മുടെ ബെഡ്റൂം. പിന്നെ അത് കഴിഞ്ഞാൽ താഴത്തോട്ടാണ് കേട്ടോ ഇവിടെ സ്പേസ് ഉള്ളത്. താഴെ ഇവിടെ അടിപൊളി ഒരു സ്ഥലമാണ്. ഞാൻ ഒന്ന് യുവിയിൽ അറ്റൻഡ് ചെയ്ത് വന്നിട്ട് നമുക്ക് താഴെ കാണാം. നമുക്കിത് താഴത്തോട്ടുള്ള സ്റ്റേഴ്സ് ആണ് കേട്ടോ. ഈ സ്റ്റേഴ്സ് കുറച്ച് റിസ്കിയാണ്, കാരണം തലയിട്ട് കുറച്ച് ഒരു തലയിട്ടുന്ന ഫീൽ വരും. ഇവിടെ നല്ല രസമാണ് കേട്ടോ താഴെ. ഇവിടെ എന്താ, ഓ ശരി, ഒരു ലോണ്ടറി റൂം ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. നമുക്ക് ആവശ്യമില്ല. എനിക്ക് എയർബിഎൻബിസിൽ റൂം ലോക്ക്ഡ് ആവുന്ന എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഭയങ്കര ഒരു നിഗൂഢത ഫീൽ ചെയ്യും. എന്ത് പ്രൈവസി? നമ്മൾ താമസിക്കുന്ന ഓ അത് ശരിയാട്ടോ, അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഇവിടെ നമുക്ക് TV കാണാനൊരു സ്ഥലമുണ്ട്. ഇവിടെ നിന്നിട്ടാണ് നമ്മൾ ന്യൂസിലൻഡ് ഇന്ത്യ ഫൈനൽ കാണുന്നത്, മാച്ച്. എനിക്ക് ഇഷ്ടപ്പെട്ടു സ്പേസ് അല്ലേ? TVക്ക് വേണ്ടി മാത്രം ഒരു ഏരിയ. മുകളിൽ ചെയ്യാതെ അവിടെ ചെയ്തുകൊണ്ട് രസം പറ്റില്ല. ടഫായിരിക്കും. പിന്നെ ഇവിടെ ഒരു ടോയ്ലറ്റും ഉണ്ട്. പിന്നെ ഒരു പൗഡർ റൂം പോലെ അല്ലേ? പിന്നെ ജിം. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിക്കായിരുന്നു ഇങ്ങനത്തെ ഒരു ചെറിയ സ്പേസ് നമുക്ക് വീട്ടിൽ ചെയ്തുകൂടെ. ശരിക്ക് ഇത്ര ഭയങ്കര എക്സ്പെൻസീവ് ഒന്നും ആയിരിക്കില്ലല്ലോ ഈ ഒരു സ്പേസ്. ഒരു റൂം വേണം. പുതിയ വീട് വാങ്ങിക്കുമ്പോൾ അങ്ങനെ ചെയ്യും. അല്ലെങ്കിൽ എൻ്റെ ഒരു മറ്റേ വെക്കേഷൻ ഹോമിൽ ഞാൻ ചെയ്യും. വെക്കേഷൻ ഹോമിൽ പോയി ജിമ്മ് ചെയ്ത് തിരിച്ചു തരാം. അപ്പോൾ ഇവിടെ ഒരു ഫുൾ മിറർ എന്ന് പറയാൻ പറ്റില്ല, ഒരു മിററുണ്ട്. അത് എന്തിനാ ഇവിടെ നേരത്തെ വിചാരിച്ചു എന്താ അതിൻ്റെ അകത്തുള്ള. പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ആ കാണുന്നത് സോനയാണ്. പിന്നെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ. അത്രയാണ് നമ്മുടെ എയർബിഎൻബി വരുന്നത്. ഇന്ന് രാത്രി വിഷ്ണുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ കേക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കിയായിരുന്നു. എഴുതി കാണിക്കാം. കേക്ക് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞായിരുന്നു. പക്ഷേ അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അല്ല, അവർക്ക് പ്രൈവറ്റ് ഇല്ലല്ലോ. കോൺടാക്ട് എയർബിഎൻബി വിഷ്ണു കാണും. ഓ ശരിയാ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കട പറഞ്ഞവർ ഇപ്പോൾ ഗീതും കൂടെ പോയിട്ട് വാങ്ങിയിട്ട് വരും. എന്നിട്ട് ഫ്രിഡ്ജിലൊക്കെ ഇഷ്ടം തുറക്കാൻ പോകുന്ന ഫ്രിഡ്ജ്. അപ്പം അങ്ങനെ ഒരു കലാപരിപാടിയും കൊണ്ടുവന്നില്ല. അതായത് നമ്മുടെ പ്ലാൻ ആക്ച്വലി ബീച്ചിൻ്റെ സൈഡിൽ നടക്കാൻ പോകണം, പുറത്ത് പോയി ഫുഡ് കഴിക്കുന്നൊക്കെ ആയിരുന്നു. ഉച്ചയ്ക്ക് നമ്മൾ കഴിച്ചത് തന്നെ ഇരുത്തി കളഞ്ഞു. പിന്നെ പുറത്ത് ഒരു മൂഡ് വന്നു. എപ്പോഴും വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ ഒട്ടും പോകാൻ തോന്നില്ല, അറിയാൻ പാടില്ല. വെറുതെ നമുക്ക് ഉച്ചത്തെ ഫ്ലൈറ്റ് വല്ലതും എടുത്താൽ മതി. വെറുതെയാണ് വെളുപ്പിന് വേണ്ടിയിട്ട് വരുന്നത്. പക്ഷെ ഇങ്ങനെ വന്ന് ഇരിക്കാൻ രസമുണ്ട്, അതിനൊരു വൈബുണ്ട്. ഇതിപ്പോൾ രാത്രി ഒന്നും ഇരിക്കാന്ന്. ഒരു ചെറിയ മയക്കത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ് സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട്. ബീച്ച് കിടന്നൊരു 9 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ഗ്രീസിലെ സൺസെറ്റ് കാണാമെന്ന് വിചാരിച്ചു. ഞാൻ ലൈഫിൽ കണ്ട ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺസെറ്റാണ് സാന്റോറിനിയിൽ നിന്ന് കണ്ട സൺസെറ്റ്. അത് ഞാൻ കടലിൻ്റെ നടുവിന്ന് ഒരു യാട്ടിൽ നമ്മൾ പോയിട്ട്
കടലിന്റെ നടുവിന്ന് സൺസെറ്റ് കണ്ടു. അതെനിക്ക് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു ബെസ്റ്റ് സൺസെറ്റ് ആയിരുന്നു. നമ്മൾ സൺസെറ്റ് കാണാനേ വഴി തെറ്റി വന്നത് മറ്റേ സിംഹത്തിന്റെ മടയിലാന്ന് പറയില്ല, അങ്ങനത്തെ ഒരു സ്ഥലത്തായിരുന്നു. ഇത് ഏതാ സ്ഥലം എന്ന് പോലും അറിയില്ല. നമുക്ക് ലൊക്കേഷൻ ഇട്ട് കഴിയുമ്പോൾ വന്നതാണ്. ഞങ്ങൾ പാർക്കിൽ കയറ്റുന്ന പോലെ നമ്മൾ വിചാരിച്ചില്ല. അങ്ങനെയല്ല, ഭയങ്കര വലിയ വലിയ ബ്രാൻഡ്സ്, അതായത് ഇപ്പൊ ഗൂച്ചി, YSL, പിന്നെ ഏതൊക്കെയോ റോളക്സ് അങ്ങനത്തെ ഒക്കെ ബ്രാൻഡ്സ് വരുന്ന ഔട്ട്ലെറ്റ് പോലും അല്ല. ഔട്ട്ലെറ്റ് അല്ലേ, മറ്റേ പ്രീമിയം കടകൾ വരുന്ന. ഇവിടെ ഷൂസ് ഇരിക്കുന്നല്ലോ അതില്, അത് നല്ല ബ്രാൻഡാണ്. അങ്ങനത്തെ ഒരു സ്ഥലത്ത് നമ്മൾ സൺസെറ്റ് കാണാൻ വന്നിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു ടെക്നോളജി എങ്ങനെയാണെന്ന് അറിയോ? ആൾക്കാർ ഷിപ്പിലും യോട്ടിലും വന്നിവിടെ ഇറങ്ങുക, നേരെ സാധനം വാങ്ങിക്കുക, തിരിച്ചു വിടുക. അതാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ്. പിന്നെ അവർക്കൊരു തിരിച്ചു പോക്കില്ല. നമ്മളുണ്ടല്ലോ എന്തായാലും സൺസെറ്റ് കാണാൻ പറ്റിയില്ല. അപ്പൊ പിന്നെ ഈ ഒരു സ്ഥലം ഒന്ന് നടന്നു കണ്ട് കുറച്ച് ന്യൂ ഫാഷൻ ആൻഡ് ട്രെൻഡ്സ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ലഗീദ് ഭയങ്കര ഫാഷനും ട്രെൻഡി ആയതുകൊണ്ട് തമാശ മാറ്റി വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു ഈ ഒരു നടത്തോട്ടോ. ഒന്നാമത് വെതർ നല്ല രസമുണ്ടായിരുന്നു, പിന്നെ അത്യാവശ്യം നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം കൂടി ഇവിടെ നടക്കാനുള്ള ഒരു ഫീല് വന്ന് കുറച്ചധികം നേരം നടന്നിട്ടാണ് നമ്മൾ ഇവിടുന്ന് പോയത്. അവിടുന്ന് ഇറങ്ങി നമ്മൾ ഗ്രീസിലെ സൂപ്പർ മാർക്കറ്റ് എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഇന്ന് രാത്രി നമ്മൾ വീട്ടിൽ നിന്ന് കുക്ക് ചെയ്യാന്നാണ് വിചാരിച്ചത്. അപ്പോൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്രോസറീസും സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ AB എന്ന് പറയുന്നൊരു സൂപ്പർ മാർക്കറ്റിൽ വന്ന ആൽബർട്ടൈൻ കണ്ടു പഠിത്തു. അതുകൊണ്ട് പുതിയ സൂപ്പർ മാർക്കറ്റ് കാണാനൊന്ന് ഗ്രീസിൽ വന്നതാണ്. ലഗീതു, ഇവിടെ സൂപ്പർ മാർക്കറ്റ്സിൽ മീനുണ്ട് കേട്ടോ. നന്നാക്കി തരില്ല, പക്ഷെ എന്നാലും ഇത് നമ്മൾ സാധാരണ നെതർലൻഡ്സിൽ കാണാത്തൊരു കാഴ്ചയാണ്. ഏത് ഭാഷയിൽ ചോദിക്കുന്ന അറിയാൻ പാടില്ലാത്തതുകൊണ്ട് നമ്മളത് വേണ്ടാന്ന് വെച്ചു. നമ്മളൊപ്പം യുവിക്ക് വേണ്ടിയിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കുറച്ച് വാങ്ങിക്കാൻ വിചാരിച്ച്. ഇന്ന് രാത്രി പോയിട്ട് അവന് നാളത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കണം. നമ്മൾ ഫുഡ് പ്രോസസ്സറൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള കുറച്ച് സംഗതികളും കൂടെ എടുക്കണം. ഇവിടെ വൈറ്റ് സ്ട്രോബെറി ഇരിക്കണോ? ഇത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. അത് നമുക്കൊരു ബോക്സ് എടുക്കാം. 1 കിലോ ചിക്കനാണ് €6. അതും വെട്ടത്തുമില്ല. ഇത് ഫുൾ ക്ലീൻ ചെയ്ത ചിക്കൻ. റേറ്റ് നല്ല ഡിഫറൻസ് ഉണ്ടല്ലോ നമ്മുടെ അവിടെ ഇവിടെ തമ്മിൽ. 1 കിലോയ്ക്ക് അങ്ങോട്ട് വീട് അറിയാലോ. നമ്മൾ ജീവിക്കുന്ന ഒരു എക്സ്പെൻസീവ് സിറ്റിയിലാണ്. ക്ലീൻ ചെയ്ത മത്തി പാക്കറ്റിലെ പാക്കറ്റ് വെച്ചേക്കുന്നത്. ജീവിക്കുന്നത് യൂറോപ്പിലെ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സിറ്റിയിലാണെന്നുള്ളത് നമുക്ക് അറിയുമെങ്കിലും എത്രത്തോളം എക്സ്പെൻസീവ് ആണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് വേറെ സ്ഥലങ്ങളിൽ പോകുമ്പോഴാണ്. പിന്നെ കുറച്ചും കൂടെ അവൈലബിലിറ്റി ഇവിടെ കൂടുതലുണ്ട് ഇല്ലേ സാധനങ്ങള്. ഈവൻ പുറത്തെ കടകളും കണ്ടില്ലേ നമുക്ക്, മറ്റേ ചെറിയ വള അങ്ങനത്തെ കിട്ടുന്ന കടകള്, കുറച്ചും കൂടെ സാധനങ്ങൾ അവൈലബിൾ ആയിട്ടുള്ളത് പോലെ നല്ലൊരു ഫീല്. നമ്മളിതിന്റെ സൂപ്പർ മാർക്കറ്റിന്റെ മുകളിൽ വന്നിരിക്കുകയാണ്. ഇത് അല്ലേ? എനിക്ക് പാഡ് എടുക്കണം. നമ്മൾ ആൽബർട്ടൈനിന് പല കാര്യങ്ങൾക്കും ഇത്ര ഓപ്ഷൻസും ഇത്ര വലിയ സെറ്റപ്പും നമ്മൾ കണ്ടിട്ടില്ല. ഇവിടെ കുറച്ചും കൂടെ നല്ല ഫീല്, ഒരുപാട് ഓപ്ഷൻസ്, നമുക്ക് റേറ്റും ഭയങ്കര വ്യത്യാസം നമ്മൾ അവിടുത്തേനേക്കാളും. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് നല്ലൊരു ഗുഡ് ഫീൽ. വിഷ്ണു യുവി വന്നില്ല കേട്ടോ. യുവി കാറ് കിടന്നുറങ്ങി, വിഷ്ണു കാറ് കിടന്നുറങ്ങി. വിഷ്ണുവിന്റെ ബർത്ത്ഡേക്കുള്ള കേക്കും കൂടെ മേടിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോകുന്നു, കുക്ക് ചെയ്യുന്നു. നമുക്ക് നിൽക്കൊന്നും വേണ്ട, പോകണ്ടേ? തൊട്ടേ ഐഷാണത്. നമ്മൾ വീട്ടിൽ പോയി കുക്ക് ചെയ്യൂല്ലേ? എത്ര നേരം യുവിച്ചിനെ കണ്ടിട്ട് എല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. 2 ചുമ ചുമക്കേണ്ടി വന്നു, കാരണം മുളക് കുറച്ചൊന്ന് ശ്വസിച്ചു. എൻ്റെ അമ്മേ, ഇത് നമ്മുടെ ട്രാവൽ ഫ്രണ്ട്ലി നമ്മുടെ കറി പാത്രമാണ്. ഇതിൽ പെപ്പറുണ്ട്, ഉപ്പുണ്ട്, പാപ്രിക്ക ഉണ്ട്, പിന്നെ ഗാർലിക് പൗഡർ ഉണ്ട്, അങ്ങനത്തെ കുറച്ച് സംഗതികളുണ്ട്. കിട്ടിയതെല്ലാം ഇട്ട് നമ്മളൊരു മസാല ഉണ്ടാക്കുന്നു. ബട്ടറിൽ നമ്മളൊന്ന് പാൻ ഫ്രൈ ചെയ്തെടുക്കുന്നു. അതാണ് നമ്മുടെ ഇന്നത്തെ ചെമ്മീൻ റെസിപ്പി. വലിയ പ്രതീക്ഷയിൽ ഞാൻ വാങ്ങിയ എൻ്റെ വൈറ്റ് സ്ട്രോബെറി ആയിരുന്നു. കുറച്ച് പുളി കാണാൻ ടെക്സ്ചർ അതുപോലെ ഉണ്ടല്ലോ, അതേപോലെ സാധനം. ശരിക്കും ഉരുളക്കിഴങ്ങ് പഴിച്ച് കഴിക്കുന്ന പോലെ ഉണ്ടോ? കിഴങ്ങെടുത്ത് ഇത് ഞാനും
കാണിക്കൂ ഗീതു. ഇത് ഞാനും ഗീതും ആദ്യമായിട്ട് 22nd ജെൻ. ജെന്നോ? സോറി, ഇത്തിരി മാറിപ്പോയി. ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടപ്പെടുത്ത ഫോട്ടോ ആണ്. എന്ത് ലുക്കല്ലേ ഞാൻ? ഇതേ ഹെയർ സ്റ്റൈൽ, ഇതേ കണ്ണാടി. അല്ല, കണ്ണാടി എങ്ങനെ നമ്മള് മീറ്റ് ചെയ്ത ഗീതു? ഈ കഥ തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഉണ്ടോ? ഉണ്ട്. നല്ല ഓർമ്മയത് കാരണം എനിക്ക് നല്ല ഓർമ്മയാണ്. പക്ഷെ എന്നാലും ഞാൻ പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാം. ഗീതു എൻ്റെ കോളേജിൽ സീനിയർ ആയിരുന്നു. പക്ഷെ ഞാൻ ഗീതുവിന് ഒരു തവണ എപ്പോഴും കണ്ട് മറന്നൊരു ഓർമ്മ എനിക്കുണ്ട്. കാണുന്ന പോലെ നല്ല പ്രായമുണ്ട് കേട്ടോ. അത് ഞാൻ എടുത്ത് സീനിയർ. ഈ ഡയലോഗും പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് കഥ വേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമുക്കൊരു മ്യൂച്വൽ ഫ്രണ്ട് ഉണ്ട്, ഗോകുല് എനിക്ക് മെസ്സേജ് അയച്ചു. ഗോകുലിന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഇവിടെ വരുന്നുണ്ട്, നിങ്ങളൊന്ന് മീറ്റ് ചെയ്യ്. അപ്പൊ അത് ഗീതുവിന് അയച്ചു. പിന്നെ ഈ നടക്കേണ്ടത് നമ്മളെ വിട്ടുപോവില്ല എന്ന് പറയുന്ന പോലെ ഞാൻ പിന്നെ അന്നൊക്കെ ചാടി കയറി എല്ലാരും മീറ്റ് ചെയ്യുന്ന ആളാണ്. എനിക്കങ്ങനെ വലിയ ഇതൊന്നും ഇല്ല. ആരെ കണ്ടാലും എന്തൊന്ന് മീറ്റ് ചെയ്യാന്ന് വിചാരിക്കും. പക്ഷെ ഗീതു അങ്ങനെയല്ല എന്നാണ് പറയുന്നത്. ഗീതു അന്ന് എന്റെ നമ്പർ വാങ്ങിച്ച് വിളിച്ചു അല്ലേ? ഞാനും ആക്ച്വലി അത്ര ആരോടും മിണ്ടാത്ത ഒരാളായിരുന്നു. പക്ഷെ പ്രദുവിന് കുറെ ഫ്രണ്ട്സ് വേണ്ടോണ്ട് പ്രദുവിനോട് പറഞ്ഞു വിളിക്ക്, സംസാരിച്ചു നോക്ക്, പുതിയ നല്ല ഫ്രണ്ട്സിനെ കിട്ടിയാലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ മെസ്സേജ് അയച്ചു. ഞാൻ രാവിലെ മെസ്സേജ് ശരിയാണല്ലോ, രാവിലെ മെസ്സേജ് അയച്ചു, ഇന്ന് ഫ്രീ ആണോ, മീറ്റ് ചെയ്യാൻ പറ്റുന്ന. എന്നിട്ട് കുക്കി നിങ്ങൾ ആദ്യം ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. പിന്നെ അങ്ങോട്ട് വരാന്ന് നേരത്ത് ഒറ്റയ്ക്ക് മീറ്റ് ഉണ്ടാച്ചിട്ട് ഷെറീറിനെ അഞ്ചുപേരെയും കൂടെ ഒപ്പം കൂട്ടി. അത് കഴിഞ്ഞിട്ട് അവിടെ എത്തി കഴിഞ്ഞപ്പോ നിങ്ങൾ ചോറ്, മോരുകറി, ബീഫ് അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് ഞാൻ ഈ ക്രിമീൻ ആദ്യമായി കണ്ടു. അന്നിനോട് ആരോ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, ഇത് ഈ കഥ ഞാൻ പറഞ്ഞിരുന്നെങ്കിലും ഞാൻ ഇങ്ങനെ ഇതിൽ പറഞ്ഞു പ്രദുവിനെ ഫസ്റ്റ് മീറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത്. അതെന്താന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പറയുമോന്ന് 1-2 കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഒന്നും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ടൈമിന് എന്നെ കണ്ടപ്പോ ക്രിമിന്ന് വിളിച്ചു. 2-3 തവണ ഇവിടെ ക്രിമി എവിടെയെന്നൊക്കെ. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യല്ലേ, അപ്പൊ നമുക്കൊരു ഓക്വേർഡ്നെസ് ഫീൽ ചെയ്യില്ലേ, പുള്ളി എന്ത് വിളിക്കുന്നേന്നുള്ളത്. അന്നേ അവിടെ നിന്ന് ഇറങ്ങുമ്പോ പിന്നെ അത് മാത്രല്ല, പ്രതി കുറച്ചധികം ചാടി നിൽക്കുമായിരുന്നു. ഭയങ്കര അല്ല, ലൈക്ക് നമുക്കൊരു 7-8ാമത്തെ മീറ്റിങ്ങിലൊക്കെ കാണുന്ന ഒരു അടുപ്പം പ്രതു 1ാമത്തെ. എന്താണ് വല്ലതും പറയാനുണ്ടോ? അത് ഞാൻ പറഞ്ഞു ഇനി മേലാളികളെ കണ്ടുവരുന്നു, എനിക്ക് മടുത്ത്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇയാളെന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് ഇറങ്ങി. പിന്നെ നോക്കി 2 ദിവസം പിന്നെ വിട്ടു. അങ്ങനെ പിന്നെ വീട്ടിൽ വന്നു, പിന്നെ ഇറങ്ങിയിട്ടില്ല. പിന്നെ അതേ ആ ഇരുത്തം ഇതുവരെ എത്തി. സത്യം. എക്സ്പ്ലനേഷൻ തരാനൊന്നുമില്ല. അങ്ങനെയാണ് ഞാനും ഗീതും പ്രദു മീറ്റ് ചെയ്തത്. വിഷ്ണു ഞങ്ങൾ ഭാരത് മാട്രിമോണി വഴിയല്ലേ? ഞങ്ങൾക്ക് ഭാരത് മാട്രിമോണി അല്ല, കിട്ടിയില്ല. ഗ്രീസിലോട്ട് വന്നു കഴിഞ്ഞ് ഞങ്ങളുടെ ഡിന്നർ കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ഇത് നമ്മുടെ ഗീ റൈസ്, അരി വെന്തോ നോക്കാൻ പറ്റിയ ആള് തരും കേട്ടോ. കൂടിയിട്ടൊന്നുമില്ല, തൊട്ടൊക്കെ അറിയാം എത്ര കൂടിയിട്ടില്ലാന്ന്. കൂട്ടൊന്നുമില്ല, കറക്റ്റാ. ഇന്നലത്തെ പോലെ തന്നെ ഇന്നും നമ്മൾ ആ കലാപരിപാടികൾ തുടങ്ങുന്നു. അതായത് യുവിക്കുള്ള ഭക്ഷണം അറിയാല് നാളെ നിൽക്കില്ല എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് യുവിക്ക് കിവിയാണ് നമ്മൾ കൊടുക്കുന്നത്. കിവി യുവിക്ക് പൊതുവെ ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അതിനുശേഷം ഇത്രയൊക്കെ ഫ്രൂട്ട്സ് നമ്മൾ കയ്യിൽ വെക്കുന്നേ ഉള്ളൂ കേട്ടോ. കാരണം നാളെ നമ്മൾ വൈകുന്നേരം ഒരു 7 മണിയോടും കൂടെ ആകുമ്പോഴാണ് തിരിച്ച് വീട്ടിലോട്ട് വരുന്നത്. അതിന് ശേഷം റെഡിയായിട്ട് ഡിന്നറിന് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി എന്തെങ്കിലുമൊക്കെ എമർജൻസി വന്നാലെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും ഫ്രൂട്ട്സ് വെക്കുന്നത്. അല്ലെങ്കിൽ അതിനുള്ളിൽ ഒരു സ്നാക്സ് മാത്രമേ കൊടുക്കാറുള്ളൂ. അപ്പോൾ ഇത് ഓറഞ്ച്, പ്ലം, പോംഗ്രനേറ്റ്. സാഹചര്യം അനുസരിച്ച് നമുക്ക് കൈ ഷോർട്ടേജ് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഫോർമുലയുടെ ആ ഒരു ഡിസ്പെൻസർ ഇല്ലേ, അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ ഇത് 3ഉം സേവ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ബാക്കി ഇനി ബ്രോക്കോളിയും ചിക്കനും ക്യാരറ്റും ഒക്കെ ഉണ്ടാക്കണം. ഇത് കുറച്ചും കൂടെ ഒന്ന് അടിക്കാം കേട്ടോ. വറുത്തോണ്ടിരിക്കുകയാണ്. അതോടുകൂടെ ഇന്നത്തെ കുക്കിംഗ് കലാപരിപാടി നമ്മൾ അവസാനിപ്പിക്കുന്നു. ഞാൻ ചെമ്മീൻ ഉണ്ടാക്കി, വിഷ്ണു
ആരമുണ്ടാക്കി ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. ഇന്നലെ തൊട്ട് തുടങ്ങിയതാണ് ലഞ്ചും ഡിന്നറും തമ്മിലുള്ള കൺഫ്യൂഷൻ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ. അപ്പം ഞാൻ പോയി സുഖമായി ഇത് കഴിക്കട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. വിഷ്ണുവിന് നമ്മൾ ഇന്ന് രാത്രി ഒരു കേക്ക് അറേഞ്ച് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ, പക്ഷെ അത് മുഴുവൻ അങ്ങോട്ട് ശരിയായി വന്നില്ല കേട്ടോ. അതുകൊണ്ട് നാളെ നമുക്കിനി രാവിലെ ഫ്രഷ് ആയിട്ടൊരു കേക്കൊക്കെ അറേഞ്ച് ചെയ്ത് കട്ട് ചെയ്യണം. നമ്മൾ തന്നെ ചെറുതായിട്ടുള്ള ഒരു ഫ്രൂട്ട് വെച്ചിട്ട് ഇവിടെ ഉണ്ടായിരുന്ന, അതായത് എയർബെൻബിൽ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഫ്രൂട്ട്സ് അവർ തരുമല്ലോ, അത് വെച്ചിട്ട് ഉണ്ടാക്കിയ ചെറിയൊരു കേക്ക് എന്ന് വിളിക്കാൻ പറ്റില്ല, ഒരു സംഗതി നമ്മൾ കട്ട് ചെയ്തു. പിന്നെ ഞാൻ വാങ്ങിയ ചെറിയ ഗിഫ്റ്റൊക്കെ കൊടുത്തു. ഇപ്പം തന്നെ ഈ വ്ളോഗ് കുറേ ആയില്ലേ വലുപ്പം, അതുകൊണ്ട് നമുക്ക് അടുത്ത വ്ളോഗിൽ ആ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പെട്ടെന്ന് തന്നെ കാണാം. ഇത് സ്ഥിരമായിട്ട് പറയുന്ന പോലെയല്ല കേട്ടോ, നമ്മൾ അടുത്ത ദിവസം തന്നെ അടുത്ത വ്ളോഗായിട്ട് കാണും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി, ടാറ്റാ. പെട്ടെന്ന് തന്നെ കാണാം കേട്ടോ.